ഗാന്ധിജിക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ദക്ഷിണാഫ്രിക്കയിൽ വക്കീൽ പഠനത്തിന് പോയ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് ബ്രാൻഡ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ലേ? വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്തതിനല്ലേ ഗാന്ധിജിയെ മർദ്ദിക്കുകയും വഴിയിൽ ഇറക്കിവിടുകയും ചെയ്തത്? റെയിൽ ഗാർഡ് ഗാന്ധിജിയെ തൊഴിച്ചതുപോലും ഇപ്പറഞ്ഞ ബ്രാൻഡ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ലേ? വെള്ളം കുടിക്കാനുള്ള പൊതുറ്റാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പോലും ശിക്ഷ കിട്ടുമായിരുന്ന അധമരായ ആളുകളായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരും മറ്റു കറുത്ത വർഗ്ഗക്കാരും. അവരുടെ കൂട്ടത്തിലായിരുന്നില്ലേ ഗാന്ധിജിയും? പിന്നെങ്ങനെയാണ് ബ്രാൻഡ് വാല്യൂ ഉണ്ടാവുക? വിരലിലെണ്ണാവുന്ന ദേശസ്നേഹികളുടെയും ആധുനിക വിദ്യാഭ്യാസം നേടിയ വളരെ ചുരുക്കം ചില ആളുകളുടെയും ഇടപെടൽ മാത്രമായിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിമത്തത്തിന്റെ യഥാർത്ഥ നുകം പേറുന്ന കോടിക്കണക്കിന് ദരിദ്ര നാരായണന്മാരുടെ ബഹുജന പ്രസ്ഥാനമാക്കി വളർത്തി വിജയിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഗാന്ധിജിക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ടാകണം എന്നുണ്ടോ? ഒരു ഭാഗത്ത് അവതാര ജന്മത്തോളം പോന്ന അപദാനങ്ങൾ, യുഗപുരുഷൻ എന്ന സ്തുതിഘോഷങ്ങൾ, മറുവശത്ത് ഒറ്റുകാരൻ, വിപ്ലവ വിരോധി എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ. അതിനുമപ്പുറം മറ്റു ചില വ്യക്തിദൂഷിത ആരോപണങ്ങൾ കൂടി നേരിടുന്നുണ്ട് ഗാന്ധിജി. അവയെല്ലാം പിറന്ന നാട്ടിൽ നിന്ന് തന്നെയാകുമ്പോൾ ഗാന്ധിജിക്ക് എവിടെയാണ് ബ്രാൻഡ് വാല്യൂ? ഗാന്ധിമാർഗം പ്രധാന കർമ്മപരിപാടിയായി കൊട്ടിഘോഷിക്കുന്നവർ പോലും ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന കാലത്താണ് ഈ ബ്രാൻഡ് വാല്യൂ പോലും ചർച്ചയാവുന്നത്. നോട്ടിൽ ഗാന്ധിജിയുടെ ചിത്രമായതിനാൽ രൂപയുടെ മൂല്യമിടിയുന്നു എന്ന് ഹരിയാനയിലെ മന്ത്രി അനിൽ വിജ് പറഞ്ഞതിനെ ഏതോ ഒരുവന്റെ ജൽപ്പനമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളാം. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ കലണ്ടറിൽ നിന്നും ഡയറിയിൽ നിന്നും ഗാന്ധി ചിത്രം നീക്കം ചെയ്തതിനെ കാലോചിതമായ പരിഷ്കാരം എന്ന നിലയ്ക്ക് സ്വീകരിക്കുകയും ചെയ്യാം. അങ്ങനെ ഏതോ ഒരുവന്റെ ജൽപ്പനവും ഏതോ ചിലരുടെ പരിഷ്കാരവും ഗാന്ധിയെ അപ്രസക്തമാക്കുമ്പോഴാണ് ബ്രാൻഡ് വാല്യൂവിനെക്കുറിച്ച് പുനർചിന്തിക്കേണ്ടി വരുന്നത്. ഗാന്ധി തലയുള്ള നോട്ടിന് മൂല്യമിടിഞ്ഞെങ്കിൽ തീർച്ചയായും ബ്രാൻഡ് വാല്യൂ ഉള്ള ചിത്രം തന്നെ നോട്ടിൽ പതിക്കണം. അതിന് നരേന്ദ്രമോദിയുടെ തലയാണ് കേമമെങ്കിൽ അത് പതിക്കണം. അതല്ല, അതിനേക്കാൾ കേമം അന്താരാഷ്ട്ര തലത്തിൽ ബ്രാൻഡ് വാല്യൂ ഉള്ള ചലച്ചിത്ര നടിമാരുണ്ടെങ്കിൽ അതുമാവാം. ഗാന്ധിജിയുടെ ഉടുപ്പിടാത്ത ചിത്രത്തേക്കാൾ ബ്രാൻഡ് വാല്യൂ ചിലപ്പോൾ ഇവരുടെ തുണിയുടുക്കാത്ത ചിത്രങ്ങൾക്ക് കിട്ടിയേക്കാം. നോട്ടിന്റെ മൂല്യമിടിയാതെ കിടക്കുകയും ചെയ്യും. എല്ലാം ബ്രാൻഡ് വാല്യൂവിൽ അധിഷ്ഠിതമാണല്ലോ. അവസാനമായി ഒന്നുകൂടി, ഇതൊരു കഥയാണ്. അനിൽ വിജ് എന്ന മഹാമന്ത്രിയോടും അദ്ദേഹത്തിന് സ്തുതിഗീതം പാടി ബ്രാൻഡ് വാല്യൂവിൽ കടിച്ചു തൂങ്ങുന്നവരോടും ഉള്ള കഥ. ഒരിക്കൽ ഒരു കഴുതയും പുലിയും കൂടി നടന്നു വരികയായിരുന്നു. ഈ പുല്ലിന്റെ നിറം നീലയാണെന്ന്. അപ്പോൾ പുലി പറഞ്ഞു, അല്ല, പച്ചയാണ്. കഴുത അത് നീല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പച്ചയാണ് പച്ച. പുലിയും വിട്ടുകൊടുത്തില്ല. അവസാനം തർക്കം സിംഹത്തിന്റെ മുമ്പിലെത്തി. സിംഹം രണ്ടുപേരുടെയും വാദം കേട്ടു. വിധി കേൾക്കാൻ എല്ലാവരും തടിച്ചുകൂടി. സിംഹം വിധി പറഞ്ഞു, പുലിക്ക് 3 മാസം കഠിന തടവ് വിധിച്ചിരിക്കുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. പുലി സങ്കടത്തോടെ ചോദിച്ചു, രാജൻ, പുല്ലിന്റെ നിറം പച്ചയല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പിന്നെയും എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? സിംഹം ശാന്തനായി പറഞ്ഞു, നീ പറഞ്ഞത് തന്നെയാണ് ശരി. പുല്ലിന്റെ നിറം പച്ചയാണ്. പക്ഷേ നിന്നെ ഞാൻ ശിക്ഷിച്ചത് കഴുതയോട് തർക്കിച്ചതിനാണ്. അവിടെ കൂടി നിന്നവരും സിംഹത്തിന്റെ വിധിന്യായം കേട്ട് തലയാട്ടി സമ്മതിച്ചു, കഴുതയോട് തർക്കിക്കാൻ പാടില്ല.